അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസകളിൽ 5ാം ക്ലാസിന്റെ പൊതുപരീക്ഷയുടെ ദുറൂസുൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭാഗത്തിന്റെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയ്ക്ക് ദുറൂസ് 1ാം ഭാഗത്തിന്റെയും 2ാം ഭാഗത്തിന്റെയും പരീക്ഷ നടക്കാറുണ്ട്. അതിൽ 2ാം ഭാഗത്തിന്റെ ദുറൂസാണ് ഇവിടെ വായിക്കുന്നത്. 80 മാർക്കിനാണ് തന്നിട്ടുള്ളത്. ഒന്നാമതായി, ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികൾ, പക്ഷികൾ, മൃഗങ്ങൾ. ഉത്തരം വെട്ടുകിളികൾ. ചോദ്യം 2. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം ഈജിപ്ത്, ഗസ, കൂഫ. എവിടെയാണ്? ഗസയിലാണ്. 3. ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളമാണ് യമനിൽ നിന്ന് വലിയ തീ ഉയരുക, മദ്യപാനം വർദ്ധിക്കുക, മതപരമായ അറിവ് കുറയുക. ഇതിലേതാ വലുത്? യമനിൽ നിന്ന് വലിയ തീ ഉയരുക. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ട മഹാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, റബീഅ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഉത്തരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 5. മരണത്തെ ഓർത്താൽ ഇല്ലാതാകും നിസ്കാരത്തിലെ ഖുശൂഅ്, ക്ഷമ, അസൂയ. ഉത്തരം അസൂയ എന്നുള്ളതാണ്. 6. പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക എന്നാണ് അർത്ഥം. ബാമിയ, ടൊമാറ്റിം, അനാനാസ്. അനാനാസ് ആണ് കൈതച്ചക്ക. 2ാമത്തെ സെക്ഷൻ ചേരുംപടി ചേർക്കുക. അതിൽ 1. 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. ലെറ്റർ ഡി, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 2. ബഗ്ദാദിൽ ജനിച്ചു. ലെറ്റർ സി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 3. ഹുജ്ജത്തുൽ ഇസ്ലാം. ലെറ്റർ ഇ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. 4. ഹിദായത്തുൽ അദ്കിയഇന്റെ രചയിതാവ്. ലെറ്റർ എ, സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു. 5. കേരളത്തിൽ മതപ്രബോധനം നടത്തി. ലെറ്റർ ബി, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ഇനി 3ാമത്തെ സെക്ഷൻ വിട്ട ഭാഗം പൂരിപ്പിക്കുക. അതിലൊന്ന്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ 15ാം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് 15ാം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. 2. സ്ത്രീകളുടെ എണ്ണം കൂടുക ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. 3. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. 4. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാഠമാക്കി. 5. രോഗസന്ദർശനം മരണത്തോർക്കാൻ സഹായിക്കും. 6. മാതാ തബഗി, നിനക്കെന്താണ് വേണ്ടത്, അതല്ലെങ്കിൽ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അബഗി ഷൈഅൻ മിനൽ മവാദിൽ ഗിദാഇയ്യ, എനിക്ക് ഭക്ഷ്യവസ്തുക്കളാണ് വേണ്ടത്. 4ാമത്തെ സെക്ഷൻ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. റമളാനിൽ എല്ലാ ദിവസവും 2 ഖത്മ് ഓതിയ ഇമാം. ആരാണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 2. മുസ്ലിമായ ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര് താജുദ്ദീൻ. 3. ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന വിധി എന്ത്? സുന്നത്ത്. 4. പരലോകത്തെ നരകയാതന അനുഭവിക്കേണ്ടി വരും ആര്? ദുർജനങ്ങൾ. 5. ഖലീലുർ റഹ്മാൻ എന്ന് പേരുള്ള നബി ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 6. ഖുലാർ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പച്ചക്കറി. 5ാമത്തെ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. അതിൽ 1. ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദുകൾ നിർമ്മിച്ച 4 സ്ഥലങ്ങൾ. 1 കൊടുങ്ങല്ലൂർ, 2 കൊല്ലം, 3 ഏഴിമല, 4 ശ്രീകണ്ഠപുരം.
രണ്ടാമത്തത് മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യുന്നവരിൽ 4 വിഭാഗത്തെ എഴുതുക. 1 അമ്പിയാക്കൾ, 2 ഔലിയാക്കൾ, 3 പണ്ഡിതന്മാർ, 4 ശുഹദാക്കൾ. മൂന്നാമത്തത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹദീസുകൾ മനഃപ്പാഠമാക്കിയ രീതി. വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതി മനഃപ്പാഠമാക്കി. നാലാമത്തത് ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളിൽ 2 എഴുതുക. 1 മതപരമായ അറിവ് കുറയുക, 2 മസ്ജിദിലെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുക. മസ്ജിദിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുക. അഞ്ചാമത്തത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ഞാൻ ബഗ്ദാദിൽ കണ്ടിട്ടില്ല. ഇനി ആറാമത്തത് ദൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്ത്? നീ ദൂർത്തടിക്കരുത്, ദൂർത്തടിക്കുന്നവർ പിശാചുക്കൾ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തന്റെ രക്ഷിതാവിനോട് നന്ദി കേടി കാണിക്കുന്നവനുമാണ്. ഏഴാമത്തത് ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ, അറബിയിൽ എഴുതാനാണ്. എന്താണ്? ലാ തുആഖിദ്ന. ഇനി ആറാമത്തെ സെക്ഷൻ കുറിപ്പ് എഴുതുക. 5 വരിയിൽ കുറയരുത്. 1 കൃഷിയുടെ പ്രാധാന്യം. നാം താമസിക്കുന്ന നമ്മുടെ പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു ഭൂമിയിലുള്ളതെല്ലാം പടച്ചത്. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് മൃഗങ്ങളോ മനുഷ്യരോ പക്ഷികളോ ഭക്ഷിക്കാതെയായാൽ അതവന് സ്വതക്കയാണ്. അതായത് കൃഷിയിൽ നിന്ന് ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നവൻ പ്രതിഫലമാണ്. രണ്ടാമത്തെ മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മരണത്തെ ഭയപ്പെടുകയല്ല വേണ്ടത്, മരണത്തെ ഓർക്കുകയാണ് വേണ്ടത്. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും. മരണത്തോർക്കൽ സുന്നത്താണ്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാവുകയും ചെയ്യും. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് മുഴുവന്മാർക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.